ആ അച്ഛാ ആ അതെ, അപ്പൊ നമുക്ക് വായ്പ ശരിയായല്ലോ. പക്ഷേ പൈസ കിട്ടിയില്ല. ഒരാഴ്ച കൂടെ എടുക്കുന്ന പറയുന്നത്. കുറച്ചും കൂടെ പ്രൊസീജിയർ ബാക്കിയുണ്ടേ. അല്ല 20 ലക്ഷമൊക്കെ വായ്പ എടുക്കുമ്പേ നല്ലൊരു പൈസ തിരിച്ചടവ് വരികയല്ലേ? മാസം കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയോളം വായ്പയുടെ തിരിച്ചടവായിട്ട് പോകും. പിന്നെ LD ക്ലർക്കായിട്ട് ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വലിയ ശമ്പളമൊന്നും ഇല്ല. കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം മെച്ചപ്പെടും. അല്ല അതൊരു പ്രശ്നമാകില്ലേ മോനെ? അങ്ങനെ ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. അപ്പം എന്ത് ചെയ്യൂ? ഈ വാടക വീട്ടിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ? അച്ഛനറിയാലോ, ചെറുപ്പം മുതലേ ഞാൻ ഈ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോഴെങ്കിലും സ്വന്തമായ ഒരു വീടുണ്ടാക്കി താമസിച്ചൂടെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. മാത്രമല്ല, കല്യാണം കഴിച്ച അനീഷനും കുട്ടി എങ്ങനെ ഈ വാടക വീട്ടിലേക്ക് വരും? സ്വന്തമായ ഒരു വീട്ടിലേക്ക് വരുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. എന്തു പറയുന്നത്? അതൊരു സത്യമാണ്. ശരി, എത്രയും പെട്ടെന്ന് നീ വീടിന്റെ പണി തുടങ്ങാൻ നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ കോൺട്രാക്ടറെ കാണാൻ പോവാ. ഇന്ന് നമുക്ക് ജോലി കിട്ടിയ വകയിൽ അഡീഷണോട് ചെലവ് വാങ്ങണോ? എടാ നിന്റെ കൂട്ടുകാരല്ലേ വരുന്നത്? ഹലോ, എന്തൊക്കെയുണ്ട് ഭായി? എന്താണ് കാണുന്നതല്ലേ? അല്ല അനീഷ് ഭായി, സർക്കാർ ജോലി കിട്ടിയ ശേഷം തീരെ കിട്ടില്ലല്ലോ. അതെ അതെ അതെ, ഒന്നും പറയണ്ട എന്റെ അജിയേട്ടാ. ഇപ്പൊ ജോലി കിട്ടിയ ഓഫീസിലുണ്ടല്ലോ, എന്താ തിരക്കെന്നറിയോ? വൈകുന്നേരം 6 മണിയായാലും ഫ്രീ ആവുന്നില്ല. ഞാൻ ഇവിടെ രാത്രി എത്തണോ? അതിനുശേഷം എന്താ, വീടിന്റെ ലോണിന് വേണ്ടിയുള്ള ഓട്ടാണ്. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണ്ടേ? അപ്പൊ നമ്മള് വാടക വീട്ടിലല്ലേ താമസിക്കും. എന്നിട്ട് നിന്റെ ലോൺ ശരിയായോ? പിന്നെ ലോൺ ശരി, 20 ലക്ഷം കിട്ടി. പക്ഷെ ക്യാഷ് ഒരാഴ്ചക്ക് ശേഷം കിട്ടും. പിന്നെ നമ്മൾ 8 ലക്ഷത്തിനെ അർഹിക്കുന്നുള്ളൂ. എങ്ങനെയൊക്കെയോ ആ മാനേജറുടെ കൈയും കാലൊക്കെ പിടിച്ച് 20 ലക്ഷം ആക്കിയതാ. ഞാനിപ്പോ ജോലിക്ക് കയറിയിട്ടില്ലല്ലോ. ഹലോ മാഡം, ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് സർവീസിൽ ജോലിയുള്ളവനാ. ഇപ്പൊ അവന്റെ കയ്യിൽ 20 ലക്ഷം രൂപയുണ്ട്. പൊളിച്ചില്ലേ? സർക്കാർ സർവീസിന് കയറി 1 മാസം കൊണ്ട് വായ്പ ശരിയാക്കിന്ന് കേട്ടു. അതും 20 ലക്ഷം. മിടുക്കൻ. പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സാലറി സർട്ടിഫിക്കറ്റിന് നല്ല വിലയാ. മുമ്പ് ഈ കാര്യം ആളുകൾ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. പക്ഷേ അത് വെച്ച് ഏത് സ്ഥാപനത്തിൽ പോയാലും വായ്പ കിട്ടും. ഗുഡ്. അനീഷേട്ടന് ജോലി കിട്ടിയതോടുകൂടി അച്ഛൻ എന്റെ കല്യാണം നടത്താൻ തിടുക്കം കൂട്ടുന്നു. പക്ഷേ നിലവിൽ ഞങ്ങൾ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്. ഒരു വാടക വീട്ടിലേക്ക് നിന്നെ എങ്ങനെ കൊണ്ടുപോകും? സ്വന്തമായ ഒരു വീടുണ്ടാക്കിയതിന് ശേഷം നമ്മൾ വിവാഹം കഴിക്കുന്നു. അതല്ലേ നല്ലത്? അല്ല, എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതേതായാലും നന്നായി. പിന്നെ സ്വന്തമായി പറമ്പുണ്ടല്ലോ അല്ലേ? അത് ആലോചിക്കുമ്പോൾ മാത്രമാണ് ഒരു ആശ്വാസം. നിനക്കറിയാലോ, മുമ്പ് പാരൽ കോളേജ് പഠിപ്പിച്ചിരുന്ന സമയത്ത് കിട്ടിയ പൈസക്ക് ഒരു പറമ്പെടുത്ത് വെച്ചിരുന്നു. ഇനിയിപ്പോ അതിലൊരു വീട് ഉണ്ടാക്കണം. എന്തായാലും ഉടനെ പണി തുടങ്ങും. ശരി, ഈ സ്ഥലത്തൊരു വീടുണ്ടാക്കാൻ എത്ര കാലം വേണം? ഒരു 3 മാസമൊക്കെ എടുക്കുന്ന കോൺട്രാക്ടർ പറയുന്നത്. ഗുഡ്. എങ്കിൽ എത്രയും വേഗം നമ്മൾ വീട് പണിയുന്നു, വിവാഹം കഴിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. അത് ഉറപ്പല്ലേ? അത് ശരി, ഈ പറമ്പല്ല വേറെ ലെവലായല്ലോ. ഇങ്ങനെ ചെയ്തു വെച്ചോണ്ട് ലോറി